വാർത്താധർമ്മം തുടരുകയാണ്. മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ PV എന്ന വിമർശനം തുടരുന്നതിനിടെ മുൻമന്ത്രിയും തവനൂർ MLA-യുമായിട്ടുള്ള KT ജലീൽ എന്തു പറയുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. പോലീസിനെതിരെ അടക്കം PV അൻവറിനെ പിന്തുണച്ച ജലീൽ അതേ നിലപാട് തുടരുമോ എന്നത് നിർണായകവുമാണ്. രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച നിർണായക പ്രഖ്യാപനവും ഇന്നുണ്ടാകും. വിരമിക്കൽ മൂഡിലാണ് എന്നും CPM സഹയാത്രികനായി തുടരുമെന്നും ജലീൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. രാവിലെ 10 മണിക്കാണ് സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിശ്ചയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് PR ഏജൻസിയുടെ സഹായം തേടിയതിൽ അടക്കമുള്ള വിഷയങ്ങളിൽ PV അൻവർ ഇന്നും വിമർശനം തുടരാൻ സാധ്യതയുണ്ട്. അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരുന്നത്. CV അനുമോദിച്ചിരുന്നു. ആദ്യം ജലീലിന്റെ പുസ്തക പ്രകാശനം 10 മണിക്കാണല്ലോ. ഈ ഒരു വിരമിക്കൽ മൂഡിലാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ അതിന്റെ പിന്നിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എന്നുള്ള സൂചനയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ അൻവറിന്റെ പാതയിൽ അൻവറിനെ പലപ്പോഴും പിന്തുണച്ചിട്ടുണ്ട് ജലീൽ. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ഘട്ടങ്ങൾ എത്തിയപ്പോൾ പലപ്പോഴും നിശബ്ദനായി നിന്നു എന്ന് മാത്രം. ഒരു ബോംബിനുള്ള സാധ്യതയുണ്ടോ പുസ്തക പ്രകാശനത്തിന് ശേഷം? എന്തോ KT ജലീൽ ഈ ഒരു വിവാദ വിഷയങ്ങളിലെല്ലാം നമ്മൾ പ്രതികരണം തേടുമ്പോൾ ഒക്ടോബർ 2 തൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിന് ശേഷം കാണാം, അല്ലെങ്കിൽ ആ ദിവസം പറയാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായം, അതായത് ഇന്ന് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ ആണ് അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് സൂചനകളുള്ളത്. അതിൽ തന്നെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഞാനൊരു വിരമിക്കൽ മൂഡിലാണ്, വായനയും എഴുത്തും ഹരമായി മാറിക്കഴിഞ്ഞു. അങ്ങനെയെല്ലാം പറഞ്ഞ് അദ്ദേഹം അവസാനത്തേക്ക് എത്തുമ്പോൾ പാർട്ടി ആവശ്യപ്പെടുന്നിടത്തോളം കഴിവിൻ്റെ പരമാവധി സേവനം ഞാൻ നൽകും, CPIM-ന്റെ സഹയാത്രികനായി തുടരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് അതിൽ ഇപ്പോഴുള്ള നിലപാട്. അതായത് പാർട്ടിയുമായി ഇപ്പോൾ അൻവർ നടത്തുന്ന പോരിന് ജലീലിൻ്റെ പിന്തുണയുണ്ടാകില്ല എന്ന സൂചനകൾ നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ അവസാന അധ്യായത്തിലെ 2ാമത്തെ പാരഗ്രാഫിൻ്റെ അവസാന ഭാഗമുള്ളത്. അതായത് ഈ CPM-നും ഇടതുപക്ഷത്തിനും തലവേദനയായി ജലീൽ ഒരു നിലപാട് സ്വീകരിക്കുകയില്ല എന്ന സൂചനകൾ തന്നെയാണ് അദ്ദേഹം തരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് പറയാൻ ചിലതുണ്ടാകും. നമുക്കറിയാം, ഈ PV അൻവർ ഈ വിവാദങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയപ്പോൾ അൻവറിന് വലിയ പിന്തുണയാണ് ജലീൽ നൽകിയത്. അത് സാമൂഹ്യ മാധ്യമങ്ങളിലാവട്ടെ അല്ല നേരിട്ടാകട്ടെ. അപ്പോൾ അത്തരത്തിൽ വലിയ പിന്തുണ നൽകിയെന്ന ജലീൽ പിന്നീട് മുഖ്യമന്ത്രിക്ക് നേരെ അൻവറിൻ്റെ ആക്രമണം തുടർന്നപ്പോൾ പിന്നീട് നിശബ്ദനാവുകയായിരുന്നു, പ്രതികരണങ്ങൾക്കില്ല എന്ന നിലപാടിലായിരുന്നു. ഇപ്പോൾ അൻവറിന് ഈ തരത്തിൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്ന് അൻവർ വേറിട്ട് പോകുന്ന സാഹചര്യത്തിൽ ജലീലിൻ്റെ ഒരു പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകില്ല എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. പോലീസുമായി ഉന്നയിച്ച ആരോപണങ്ങൾ അതിൽ അന്വേഷണം നടക്കട്ടെ. പക്ഷേ അതിനപ്പുറം മറ്റൊരു പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ നയിക്കുവാനും മുന്നണിയെ നയിക്കുവാനും ജലീലിന് താല്പര്യമില്ല എന്ന സൂചനകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ഇന്ന് 4:30 അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുവാൻ, രാഷ്ട്രീയ ഭാവി വിശദീകരിക്കുവാനൊക്കെ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സമയം കണ്ടെത്തും. അല്ലെങ്കിൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്താണെങ്കിലും പാർട്ടിക്ക് ജലീൽ പ്രതിസന്ധിയാകില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്കുള്ളത്. അപ്പം PV അൻവർ മാധ്യമങ്ങളെ കാണുമെന്നാണല്ലോ അറിയിച്ചിരുന്നത് അല്പസമയത്തിനകം. എന്താണ് വൈകുന്നത്? എനിക്ക് തോന്നുന്നു രാവിലെ 8:30 തന്നെ അദ്ദേഹം കാണുമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ 9:45 ഉടൻ കാണാൻ സാധ്യതയുണ്ടോ? നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണുള്ളത്. രാവിലെ 8:30 അദ്ദേഹം കാണുമെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മാധ്യമപ്രവർത്തകരൊക്കെ ഉദായിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. ഇവിടെ വാർത്താ സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ ഈ സമ്മേളനങ്ങൾ തുടർച്ചയായി മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം, തൊണ്ടയ്ക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതേ തുടർന്ന് ആണ് ഈ നടപടികളൊക്കെ വൈകുന്നത് എന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ PR ഏജൻസി വിവാദത്തിൽ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ്. കാരണം PV അൻവർ തുടക്കമിട്ടതാണ് ഈ വിവാദങ്ങളിലേക്കൊക്കെ ഇപ്പോൾ നയിച്ചിരിക്കുന്നത്. അപ്പോൾ PV അൻവറിൻ്റെ പ്രതികരണത്തിന് ഈ ഘട്ടത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. എങ്ങനെയായിരിക്കും PK കുഞ്ഞാലിക്കുട്ടിയും UDF ഒക്കെ സ്വീകരിച്ച അതേ നയം തുടർന്നുകൊണ്ട് തന്നെയായിരിക്കുമോ അൻവറും മുഖ്യമന്ത്രിക്കെതിരെ ഇന്ന് വിമർശനം ഉന്നയിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്നാണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ PV അൻവർ മാധ്യമങ്ങളെ കാണും. നമുക്ക് അതിൻ്റെ ഒരു കാത്തിരിപ്പിലാണ് മാധ്യമങ്ങളെല്ലാം ഇവിടെ. എന്നാലും PV അൻവർ അല്പസമയത്തിനകം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഈ PR ഏജൻസി വിവാദത്തിലൊക്കെ എന്ത് ആണ് അദ്ദേഹം ഇനി പ്രതികരിക്കാൻ പോവുക, കിട്ടുന്ന അവസരങ്ങൾ എന്തൊക്കെ വിമർശനം ഉന്നയിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം. ബലാത്സംഗ